രാഹുൽ ഗാന്ധി ലീവിൽ പോയി. ഞാൻ ഓരോ തവണയും പ്രതീക്ഷ കൈവിടുമ്പോൾ സനീഷാണ് അല്ല രാഹുൽ വരും ഗംഭീരമാണ് എന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ നിറയ്ക്കാറ്. ഞാൻ പലതവണ ആവർത്തിച്ച് ആരോപിച്ചിട്ടുള്ളതാണ്. അതായത് ഈ രാഹുൽ ഗാന്ധി ഫാൻസ് അസോസിയേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായി ഈ സനീഷിനെ നിയമിക്കണം എന്നുള്ള കാര്യവും. പക്ഷേ ഈ കാര്യത്തിൽ ഇത്തവണ എനിക്ക് വീണ്ടും പ്രതീക്ഷ ഞാൻ കൈവിടുകയാണ്. കാരണം എന്താണ്, ഒരു മികച്ച പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിനുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം എന്ത് നിർണായകമായ വിഷയങ്ങൾ നടക്കുമ്പോൾ 10-20 ദിവസം ഒരു രാഷ്ട്രീയ പ്രതികരണവും നടത്താതെ മുങ്ങിക്കളയുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമല്ല. എന്ത് വെക്കേഷൻ എടുത്താലും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്ഥിരോത്സാഹിയായി പണിയെടുത്താലും മാത്രമേ കാര്യങ്ങൾ മുമ്പോട്ട് പോകൂ. എന്താണ് അയോധ്യ ചെറിയ കാര്യമാണോ സനീഷെ? ഈ വിഷയം അതായത് നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ എവിടെ പോയി നിൽക്കുന്നു കോൺഗ്രസ് എന്നുള്ളത് ആലോചിക്കണം. തുടർച്ചയായി നടക്കുന്ന ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു 4 ഡസൻ തെരഞ്ഞെടുപ്പുകൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്നതിൽ ഏതാണ്ട് 90% തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു UDF അല്ല കോൺഗ്രസ്. അതുപോലെ 3 പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടു നിൽക്കുന്നു. ഈ സമയത്താണ് ഈ അയോധ്യ പോലെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിൽ ഈ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം എല്ലാവരും രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം അയോധ്യ സന്ദർശിക്കുക തന്നെ വേണമല്ലോ ആ പ്രദേശത്ത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അദ്ദേഹത്തിന്റെ പിതാവ് തുറന്നു കൊടുത്തതാണ് ബാബറി മസ്ജിദ്. അവിടെ പൂജയ്ക്കായി തുറന്നു കൊടുത്തതാണ്. അവിടെ നിന്നാണ് ഇതങ്ങോട്ട് തുടങ്ങുന്നത് എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വൈകാരികമായി തന്നെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇടപെടാമല്ലോ. അദ്ദേഹം അതിനെക്കുറിച്ച് പ്രതികരണം നടത്തിയിട്ടില്ല. നീറ്റ് ചോദ്യ പേപ്പർ ചോർച്ച ഇത്രയും ഈ ചെറുപ്പക്കാരെ ഉണർത്താവുന്ന ഒരു വിഷയമുണ്ടായിട്ട് ആരാ സമരം ചെയ്യുന്നത്? അവിടെ കോക്രോച്ച് ജനതാ പാർട്ടിയെ സമരം ചെയ്യുന്നത്. കോൺഗ്രസ് എവിടെ ഈ വിഷയത്തിൽ? ആരാണ് നയിക്കേണ്ടത് കോൺഗ്രസിനെ? രാഹുൽ ഗാന്ധി സ്ഥലത്തില്ല. ഇനി അതുപോലെ ഈ പറഞ്ഞ വോട്ട് ചോരിയിൽ എല്ലാവരും തെരുവിലിറക്കാൻ തീരുമാനമെടുത്ത് ഈ നാട്ടുകാരെ മുഴുവൻ ആവേശഭരിതരാക്കി വാർത്താ സമ്മേളനമൊക്കെ വിളിച്ചിട്ട് ഒറ്റ പോക്ക് പോയി കളഞ്ഞു. പിന്നെ അത് എവിടെ ചെന്ന് നിൽക്കുന്നു? ആ ആരോപണത്തിന്റെ തുടർച്ച എന്താണ്? അതിന്മേലുള്ള നടപടികൾ എന്താണ്? അതിനെക്കുറിച്ച് ഒരു അക്ഷരമില്ല. ഇനി അതെല്ലാം പോട്ടെ. ഇപ്പോൾ ഇവിടെ വയനാട്ടിലെ ദുരന്തം ഉണ്ടായി. എവിടെയാണ് അദ്ദേഹം? 2 MP വയനാടിന് എന്ന് പറഞ്ഞ ആളാണ് രാഹുൽ ഗാന്ധി. 2 MP അങ്ങനെ തീരുമാനിച്ചിട്ടാണല്ലോ അദ്ദേഹം വയനാട്ടിൽ നിന്ന് പോയതും പ്രിയങ്ക ഇവിടേക്ക് വരുന്നതും. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം എവിടെയാണ്? അവിടെ VIP സന്ദർശനം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ദുരന്തഭൂമിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും, അതുകൊണ്ട് ഞങ്ങൾ വരാത്തതാണെന്നാണ് പവൻ ഖേരയൊക്കെ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. ഇങ്ങനെ പ്രതികരിച്ച് ബാക്കി ചുറ്റും നിൽക്കുന്നവരൊക്കെ പ്രതികരിച്ച് രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഗ്രസിന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന ഒരാൾ എന്തിനാണ് അങ്ങനെ? അതാണ് ഈ സ്വാഭാവികമായി ഇതിനകത്ത് ചോദ്യം ചെയ്യേണ്ടത് കോൺഗ്രസ്സുകാരാണ്. ഇവരിപ്പോൾ ന്യായീകരിക്കുകയാണ് തൽക്കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പകരം കൃത്യമായി ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയോ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ പിടിച്ചവിടെ നിർത്തുകയും വേണം. കുറച്ചു കാലം